ഓക്കെ, അപ്പോൾ നമുക്കൊന്ന് നോക്കാനുള്ള ടോപ്പിക്സ് എന്ന് പറഞ്ഞാൽ സ്ലോപ്സ് ഓഫ് ദി ടാൻജന്റ് ആണ്. ഓക്കെ, സ്ലോപ്പ് ഓഫ് ദി ടാൻജന്റ് ലൈൻ. അപ്പോൾ ടാൻജന്റ് ലൈൻ എന്താണെന്നും സ്ലോപ്പ് എന്താണെന്നൊക്കെ നമുക്ക് ഓൾറെഡി അറിയാവുന്നതാണ്. നമ്മുടെ പ്രൈമറി ക്ലാസ്സുകളിൽ +2 +1 ഒക്കെ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. എന്താണ് ടാൻജന്റ് ലൈൻ, അതുപോലെ എന്താണ് സ്ലോപ്പ്. നമ്മൾ തൊട്ട് മുന്നേ നമ്മൾ പറഞ്ഞു സ്ലോപ്പ് എന്ന് വെച്ചാൽ എന്താണെന്ന് പറഞ്ഞു. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ടാൻജന്റ് ലൈനിന്റെ ടോപ്പ് എങ്ങനെ കണ്ടുപിടിക്കുന്നു. അപ്പോൾ ഒരു ടാൻജന്റ് ലൈൻ എന്നതുകൊണ്ട് നമ്മൾ എന്താണ് ഉദ്ദേശിക്കുന്നത് ആദ്യം മനസ്സിലാക്കി വെക്കണം. ഓക്കെ, നമുക്കൊരു കേവ്, അതിപ്പോൾ സർക്കിൾ ആവാം എന്തോ ആവാം, ആ കേവിന്റെ ഒരു പോയിന്റിന് അലോങ് ആയിട്ടുള്ള ടാൻജന്റ് ലൈൻ എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ആ പോയിന്റിൽ ടച്ച് ചെയ്ത് പോകുന്ന ഒരു ലൈൻ ആയിരിക്കണം എന്ത് ടാൻജന്റ് ലൈൻ എന്ന് പറഞ്ഞാൽ. അപ്പോൾ നമ്മൾ ആദ്യം ടാൻജന്റ് ലൈൻ എന്താ നോക്കാം. അതിന്റെ കൺസെപ്റ്റ് കുറച്ച് കാര്യങ്ങൾ, അതായത് എന്തൊക്കെയാണ് ടാൻജന്റ് സ്ലോപ്പ് ഓഫ് ദി ടാൻജന്റ് ലൈനിൽ വേണ്ടിയിട്ട് നോക്കേണ്ട കാര്യങ്ങൾ എന്നതാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ അതിന്റെ ഒരു പ്രൈമറി എന്ന പോലെയുള്ള ഒരു സാധനമാണ്. അത് ടെക്സ്റ്റ് ബുക്കിൽ ഞാൻ നേരെ കോപ്പി വെച്ചതാണ് ഇതിലുള്ളത്. അപ്പോൾ എന്ത് ചെയ്യുക, ജസ്റ്റ് നമുക്ക് നോക്കാം ഇതിന്റെ ഡെഫിനേഷനും എങ്ങനെയാണ് സ്ലോപ്പ് ഓഫ് ദി ടാൻജന്റ് കണ്ടുപിടിക്കുക എന്നുള്ളത് നമുക്ക് പതിയെ നോക്കാം. ഓക്കെ, അപ്പോൾ ദ കൺസെപ്റ്റ് ഓഫ് എ ടാൻജന്റ് ടു എ സർക്കിൾ വി കൺസിഡർ ബൈ ആൻഷ്യന്റ് ഗ്രീക്ക്. ഓക്കെ, ആൻഷ്യന്റ് ഗ്രീക്കിന്റെ ഡെഫിനേഷൻ വെച്ചിട്ടാണ് നമ്മൾ സ്ലോപ്പ് ഓഫ് ദി ടാൻജന്റ് പറയാൻ പോകുന്നത്. They define a tangent line to a circle as a line having one of its points on the circle and all other points ഔട്ട്സൈഡ് ദി സർക്കിൾ. അപ്പോൾ ആൻഷ്യൻ ഗ്രീക്കിൽ എന്താണ് ടാൻജന്റ് ലൈൻ എന്നുള്ളതിന് പറയുന്നതെന്ന് വെച്ചാൽ അവർ ടാൻജന്റ് ലൈൻ ടു എ സർക്കിൾ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് ഒരു പോയിന്റ് മാത്രമേ ആ സർക്കിളിലെ പോയിന്റ് ഉണ്ടാകുള്ളൂ, ബാക്കി എല്ലാ പോയിന്റ്സും എന്തായിരിക്കണം, ഔട്ട്സൈഡ് ദി സർക്കിൾ ആയിരിക്കണം. ഓക്കെ, ഫ്രം ദിസ് ഡെഫിനിഷൻ മെനി പ്രോപ്പർട്ടീസ് ഓഫ് ദി ടാൻജന്റ് ലൈൻ ടു എ സർക്കിൾ ക്യാൻ ബി റിഡൈവ്ഡ്. Okay, for example, we can prove that the tangent at any point is perpendicular to the radius at that point. Okay, however, the Greek definition of a tangent line is not easily extended to more generous curve. Okay, then നമുക്ക് നെക്സ്റ്റ് നോക്കാം. ആ ഒരു കേവ് നമ്മളുടെ കയ്യിലുണ്ട്. ആ കേവിന്റെ ടാൻജന്റ് ലൈൻ എങ്ങനെ കണ്ടുപിടിക്കുക എന്നാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മളുടെ കേവ് എന്ന് പറഞ്ഞാൽ ദാറ്റ്സ് ഈക്വൽ ടു y ഈക്വൽ ടു f(x) നമുക്ക് എടുക്കാം. അതിൽ രണ്ട് പോയിന്റ്സ് നമ്മൾ എടുക്കുക, ഒന്ന് പിയും ഒന്ന് ക്യൂവും. P equal to x0 y0 Q equal to x0 plus delta x Q y0 plus delta y ആണ്. ദെൻ നമ്മൾ എന്ത് ചെയ്യുക, P to Q നമ്മൾ എന്ത് ചെയ്യുക, ഒരു സീക്കൻഡ് കൺസിഡർ ചെയ്യുക. PQ എന്ന് പറഞ്ഞാൽ സീക്കൻഡ് കൺസിഡർ ചെയ്യുക. ആ സീക്കൻഡിന് എന്ത് ചെയ്യുക, നമ്മൾ ക്യൂവിനെ നമ്മൾ എന്ത് ചെയ്യുക, പിയിലേക്ക് അപ്രോച്ച് ചെയ്യിപ്പിക്കുക. അപ്പോൾ ആ പിയിൽ ജസ്റ്റ് ടച്ച് ചെയ്ത് പോകുന്ന ഒരു സീക്കൻഡ് ആയിട്ട് PQ മാറും. ആ PQ ആണ് എന്ത് പറഞ്ഞാൽ ഈ പിന് കറസ്പോണ്ടിങ് ആയിട്ട് ആ ഗ്രാഫിലുള്ള tangent line എന്ന് പറഞ്ഞാൽ. ഓക്കെ, ദാറ്റ് ഈസ് to define tangency for a general curve y equal to f of x at a point P on the curve, we need a dynamic approach that takes into account the behavior of the secant through a P and nearby point Q as Q moves towards P along the curve y equal to f of x. അതാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞത്. y equal to f of x എന്ന കർവിന് രണ്ട് പോയിന്റ്സ് പിയും ക്യൂ എടുക്കുക. എന്നിട്ട് അത് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഒരു സീക്കൻഡ് പി ക്യൂ എടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, ക്യൂ എന്ന് പറഞ്ഞ പോയിന്റ് നമ്മൾ പിയിലേക്ക് മൂവ് ചെയ്യിപ്പിക്കുക. അപ്പം കിട്ടുന്ന പി ക്യൂ എന്ന് പറഞ്ഞ ലൈൻ ആയിരിക്കും എന്ത്, ആ സീക്കൻഡ് ആയിരിക്കും എന്തെന്ന് പറഞ്ഞാൽ ആ പി എന്ന് പറഞ്ഞ പോയിന്റിൽ ആ കേവിനുള്ള ടാൻജന്റ് ലൈൻ എന്ന് പറഞ്ഞാൽ. ഓക്കെ, ദാറ്റ് ഈസ് ലെറ്റ് പി ആൻഡ് ക്യൂ ബി ദി പോയിന്റ്സ് x0 y0 ആൻഡ് x0 പ്ലസ് ഡെൽറ്റ എക്സ് y0 പ്ലസ് ഡെൽറ്റ വൈ. അതായത് പി എന്ന് പറഞ്ഞാൽ x0 y0 ആണ്, ക്യൂ എന്ന് പറഞ്ഞാൽ x0 പ്ലസ് ഡെൽറ്റ എക്സും y0 പ്ലസ് ഡെൽറ്റ വൈ ആയിട്ടാണ് നമ്മൾ എടുത്തു. ദെൻ സിൻസ് ദർ പോയിന്റ്സ് ഓൺ ദി കർവ് y ഈക്വൽ ടു f of x, അല്ലെ, ഈ പിയും ക്യൂ എന്താണ്, y ഈക്വൽ ടു f of x എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ കർവിലുള്ള രണ്ട് പോയിന്റ്സ് ആണ്. അതുകൊണ്ട് എന്താണ് y ഈക്വൽ ടു f of x എക്സിന് പകരം x0 കൊടുത്താൽ കിട്ടുന്നതായിരിക്കും y0, എക്സിന് പകരം x0 പ്ലസ് ഡെൽറ്റ എക്സ് കൊടുത്താൽ കിട്ടുന്നതായിരിക്കും y0 പ്ലസ് ഡെൽറ്റ വൈ. ദാറ്റ് ഈസ് y0 ഈക്വൽ ടു f of x0 ആൻഡ് y0 പ്ലസ് ഡെൽറ്റ വൈ ഈക്വൽ ടു f of x0 പ്ലസ് ഡെൽറ്റ എക്സ് വരും. Then the slope of the secant PQ equal to y0 plus delta y minus y0 divided by x0 plus delta x minus x0. That's equal to എന്താണ്, delta y by delta x. കാരണം ഇവിടുത്തെ y0 ക്യാൻസൽ ചെയ്ത് പോകും, x0 ക്യാൻസൽ ചെയ്യും. We get delta y by delta x. So where delta y equal to y0 plus delta y minus y0, that's equal to f of x0 plus delta x minus f of x0. Okay, that is, as delta x becomes small nearby 0, x0 being fixed, the secant line PQ comes close to the tangent line at P. Hence, the slope delta y by delta x of the secant line comes close to the slope of the tangent line at the point P. അതായത് നമ്മൾ പി ക്യൂ എന്ന് പറഞ്ഞ സീക്കൻഡിൽ നമ്മൾ ക്യൂ എന്ന് പറഞ്ഞ പോയിന്റ് പിയിലേക്ക് അപ്രോച്ച് ചെയ്യിക്കുന്നു. പി ക്യൂ എന്ന് പറഞ്ഞ ലൈൻ എന്തായിട്ട് മാറുന്നു, ആ പി പറഞ്ഞ പോയിന്റിലുള്ള കേവിനുള്ള ടാൻജന്റ് ആയിട്ട് മാറും നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതെന്ന് പറഞ്ഞാൽ ഹെൻസ് ദി സ്ലോപ്പ് ഡെൽറ്റ വൈ ബൈ ഡെൽറ്റ എക്സ് എന്ന സ്ലോപ്പ് എന്തായിട്ട് മാറും, ഈ ക്യൂ ഡെൽറ്റ എക്സ് വെരി സ്മോൾ ആകുമ്പോൾ ഈ ഡെൽറ്റ വൈ ബൈ ഡെൽറ്റ എക്സ് പറഞ്ഞാൽ
കേവ് എന്തായി സ്ലോപ്പ് എന്തായിട്ട് മാറും? വിച്ച് ഈസ് ദി സ്ലോപ്പ് ഓഫ് ദി ടാൻജന്റ് ലൈൻ അറ്റ് ദി പോയിന്റ് പി ആയിട്ട് മാറും. ഓക്കെ, ദെൻ നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എങ്ങനെ ഒരു കേവ് y ഈക്വൽ ടു എഫ് ഓഫ് എക്സ് എന്ന കേവിന്റെ സ്ലോപ്പ് ഇതിന്റെ ടാൻജന്റിന്റെ സ്ലോപ്പ് നമുക്ക് അറ്റ് എ പോയിന്റ് എക്സ് നോട്ട് വൈ നോട്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ് നെക്സ്റ്റ് നോക്കുന്നത്. ഓക്കെ, so that for that given y equal to f of x, the evaluation of the slope slope നമ്മൾ m ആയിട്ടാണ് കൺസിഡർ ചെയ്യുക. m of the tangent to its graph at the point p x naught to y naught consist of the following steps. അതായത് y equal to f of x എന്ന ഗ്രാഫിലെ ഒരു പോയിന്റ് ആണ് x naught to y naught p എന്നാണ് പോയിന്റ്. ആ പോയിന്റിന്റെ ടാൻജന്റ് ലൈനിലേക്കുള്ള സ്ലോപ്പ് കണ്ടുപിടിക്കാനുള്ള സ്റ്റെപ്സ് ആണ് നമ്മൾ താഴെ പറയുന്നത്. ഫസ്റ്റ് സ്റ്റെപ്പ്, ഫൈൻഡ് ദി സീക്കൻഡ് പി ക്യു. ആദ്യം എന്ത് ചെയ്യാം, നമ്മൾ പി ക്യു എന്ന് പറഞ്ഞ സീക്കൻഡ് കൺസിഡർ ചെയ്യണം. അപ്പൊ പി ക്യു കണ്ടുപിടിക്കണമെങ്കിൽ ആദ്യം ക്യൂ എന്താണ്, വേർ ക്യൂ ഇസ് എന്താണ്, എക്സ് നോട്ട് പ്ലസ് ഡെൽറ്റ എക്സ് വൈ നോട്ട് പ്ലസ് ഡെൽറ്റ വൈ. അതായത് എഫിൽ നമ്മൾ എക്സ് നോട്ട് പ്ലസ് ഡെൽറ്റ എക്സ് എക്സിന് കൊടുക്കുമ്പോൾ എന്ത് കിട്ടും, വൈ ഈക്വൽ ടു വൈ നോട്ട് പ്ലസ് ഡെൽറ്റ വൈ കിട്ടും. ദെൻ സ്ലോപ്പ് ഈക്വൽ ടു, ആ പി ക്യു പറഞ്ഞ സീക്കൻഡിന്റെ സ്ലോപ്പ് എന്ത് വരും, ഡെൽറ്റ വൈ ബൈ ഡെൽറ്റ എക്സ് ഇസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് നോട്ട് പ്ലസ് ഡെൽറ്റ എക്സ് മൈനസ് എഫ് ഓഫ് എക്സ് നോട്ട് ബൈ ഡെൽറ്റ എക്സ് വരും. Second step, simplify the expression for delta y by delta x as much as possible by cancelling delta x from numerator and denominator whenever we can. അതായത് എന്ത് ചെയ്യുക, ഈ ഡെൽറ്റ വൈ ബൈ ഡെൽറ്റ എക്സ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് കൊണ്ടുവരുമ്പോൾ സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും, ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും എന്ത് ചെയ്യുക, ഡെൽറ്റ എക്സ് എന്ന ടേം കോമൺ ആയിട്ട് വരും. ദെൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡെൽറ്റ എക്സ് നമുക്ക് കോമൺലി നമുക്ക് ന്യൂമറേറ്ററിനും ഡിനോമിനേറ്ററിനും ക്യാൻസൽ ചെയ്യാൻ പറ്റും. Then third step, find the numerator m that is approximated by delta y by delta x for delta x sufficiently small. അപ്പോൾ ഈ ഡെൽറ്റ വൈ ബൈ ഡെൽറ്റ എക്സ് നമ്മൾ എന്ത് ചെയ്യുക, ഡെൽറ്റ എക്സ് നമ്മൾ സഫിഷ്യൻലി സ്മോൾ എടുക്കുക. അതായത് സീറോന്റെ നിയർ ബൈ എടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഡെൽറ്റ വൈ ബൈ ഡെൽറ്റ എക്സിന്റെ വാല്യൂ ആയിരിക്കും അതിന്റെ സ്ലോപ്പ് ആയിട്ടുള്ള എം. ഓക്കെ, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ഇത് വെച്ചിട്ട് ഒരു എക്സാമ്പിൾ നോക്കാം. ശ്രദ്ധിക്കാം. യൂസ് ഡെൽറ്റ വൈ ബൈ ഡെൽറ്റ എക്സ് എന്താണ്, യൂസ് ഡെൽറ്റ വൈ ബൈ ഡെൽറ്റ എക്സ് മെത്തേഡ് to find the slope of the tangent line to the graph of the function y equal to 5x square minus 3x plus 1 at the point x naught equal to 1. അതായത് y equal to f of x is equal to 5x square minus 3x plus 1 എന്ന ഒരു ഗ്രാഫിന്റെ ഇക്വേഷൻ നമുക്ക് തന്നിട്ടുണ്ട്. ആ ഇക്വേഷൻ അറ്റ് ദി പോയിന്റ് x naught equal to 1 എന്ന പോയിന്റിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ടാൻജന്റ് ലൈനിന്റെ സ്ലോപ്പ് നമ്മൾ കണ്ടുപിടിക്കണം ബൈ യൂസിങ് ഡി വൈ ബൈ ഡി എക്സ് മെത്തേഡ്. ഓക്കെ, അപ്പൊ എന്ത് ചെയ്യുക, തന്നത് എന്താണ്, y ഈക്വൽ ടു തന്നിട്ടുണ്ട്, അത് നമ്മൾ എന്താക്കിയിരിക്കുക, എഫ് ഓഫ് എക്സ് ആക്കിയിരിക്കുക. ദാറ്റ് ഈസ് ഗിവൺ എഫ് ഓഫ് എക്സ് y ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 5x സ്ക്വയർ മൈനസ് 3x പ്ലസ് 1 ആണ്. ദെൻ നമ്മളൊരു പോയിന്റ് എക്സ് നോട്ടും വൈ നോട്ടും ക്യൂ ഈക്വൽ ടു എക്സ് നോട്ട് പ്ലസ് ഡെൽറ്റ എക്സ് വൈ നോട്ട് പ്ലസ് ഡെൽറ്റ എക്സ് എന്ന പോയിന്റ് കണ്ടുപിടിക്കണം. അത് കണക്ട് ചെയ്യുന്ന ഒരു സീക്കൻഡ് കണ്ടുപിടിക്കണം. ആ സീക്കൻഡിൽ എന്ത് ചെയ്യുക, ക്യൂ എന്ന് പറഞ്ഞ പോയിന്റ് പിയിലേക്ക് അപ്രോച്ച് ചെയ്യുമ്പോൾ കിട്ടുന്ന പി ക്യൂ എന്ന് പറഞ്ഞ സീക്കൻഡ് എന്തായിട്ട് മാറും, ടാൻജന്റ് ടു ദാറ്റ് പോയിന്റ് പി ഓഫ് എക്സ് നോട്ട് വൈ നോട്ട് ആയിട്ട് മാറും. ഓക്കെ, അതിന്റെ സ്ലോപ്പ് എന്ത് ചെയ്യുക, ഡെൽറ്റ എക്സ് 0 കൊടുക്കുമ്പോൾ കിട്ടുന്നതായിരിക്കും എന്ത് പറഞ്ഞാൽ ആ ടാൻജന്റ് ലൈനിന്റെ സ്ലോപ്പ് എന്ന് പറഞ്ഞു. ഇത്രയും കാര്യം നമുക്ക് ചെയ്യണം. അപ്പൊ ആദ്യം എന്ത് ചെയ്യണം, എക്സ് നോട്ട് വൈ നോട്ട് കണ്ടുപിടിക്കണം. ദെൻ എക്സ് നോട്ട് പ്ലസ് ഡെൽറ്റ എക്സും വൈ നോട്ട് പ്ലസ് ഡെൽറ്റ വൈയും കണ്ടുപിടിക്കണം. ഇവിടെ നമുക്ക് തന്നിട്ടുണ്ട് എക്സ് നോട്ട് എന്ന് പറഞ്ഞാൽ 1 ആണ്. ദെൻ വൈ ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 5x സ്ക്വയർ മൈനസ് 3x പ്ലസ് 1 ആയതുകൊണ്ട് ഇതിൽ എക്സിന് പകരം എക്സ് നോട്ട് ഈക്വൽ ടു 1 കൊടുത്താൽ നമുക്ക് എന്ത് കിട്ടും, വൈ നോട്ട് കിട്ടും. ഓക്കെ, ലെറ്റ് പി ബി ദി പോയിന്റ് x naught y naught where y naught equal to f of x naught that's equal to f of 1 വരും. q of x naught to delta x y naught plus delta y be a point near to the point p on the graph of the given function. നമ്മൾ p ക്ക് നിയർ ആയിട്ട് വരുന്ന ഒരു q പറഞ്ഞ ഒരു പോയിന്റ് നമ്മൾ എടുത്തു. എന്തിനു വേണ്ടിച്ചാ, p q എന്ന് പറഞ്ഞ സീക്കൻഡ് ഡിഫൈൻ ചെയ്യാൻ വേണ്ടിയിട്ട്. ദെൻ y naught plus delta y equal to f of x naught plus delta y വരും. ഡെൽറ്റ എക്സ് വരും. അതായത് വൈ നോട്ട് പ്ലസ് ഡെൽറ്റ വൈ എന്ന് പറഞ്ഞാൽ എക്സിന് പകരം നമ്മൾ എഫ് ഓഫ് എക്സിൽ എക്സ് നോട്ട് പ്ലസ് ഡെൽറ്റ എക്സ് കൊടുത്താൽ കിട്ടുന്ന വാല്യൂ ആണ് എന്ത്, വൈ നോട്ട് പ്ലസ് ഡെൽറ്റ വൈ ആണ്. Therefore, the slope of the secant PQ equal to എന്ത് വരും, ഡെൽറ്റ വൈ ബൈ ഡെൽറ്റ എക്സ് ആണ്. ഡെൽറ്റ വൈ ബൈ ഡെൽറ്റ എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, എഫ് ഓഫ് എക്സ് നോട്ട് പ്ലസ് ഡെൽറ്റ എക്സ് മൈനസ് എഫ് ഓഫ് എക്സ് നോട്ട് ഡിവൈഡ് ബൈ ഡെൽറ്റ എക്സ് ആണ്. എക്സ് നോട്ട് എന്ന് പറഞ്ഞാൽ 1 നമുക്കറിയാം. ദെൻ എക്സ് നോട്ട് പകരം 1 കൊടുക്കുമ്പോൾ എന്ത് വരും, എഫ് ഓഫ് 1 പ്ലസ് ഡെൽറ്റ എക്സ് മൈനസ് എഫ് ഓഫ് 1 ബൈ ഡെൽറ്റ എക്സ് വരും. ഓക്കെ, എന്ത് ചെയ്യുക, എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇക്വേഷൻ ഉണ്ട്, എന്താ, 5x സ്ക്വയർ മൈനസ് 3x പ്ലസ് 1. അതിലെന്ത്, എക്സിന് പകരം 1 പ്ലസ് ഡെൽറ്റ എക്സും കൊടുക്കുക, എഫ് ഓഫ് 1 കൊടുക്കുക. Then we get 5 into 1 plus delta x square minus 3 into 1 plus delta x plus 1 minus 5 minus 3 plus 1 by delta x. ഇവിടെ 1 plus delta x square നമുക്ക് a plus the whole square വെച്ചിട്ട് ഇതിനെ സ്പ്ലിറ്റ് ചെയ്യുക. ദെൻ എന്ത് ചെയ്യുക, ബ്രാക്കറ്റ് ഓപ്പൺ ആക്കുക, മൾട്ടിപ്ലൈ ചെയ്യുക, എല്ലാം സോൾവ് ചെയ്യുക. Then we get 5 plus 10 delta x plus 5 into delta x square minus 3 delta x plus 1. ഓക്കെ, മൈനസ് 5 മൈനസ് 3 പ്ലസ് 1 ഡെൽറ്റ എക്സ്. ഇവിടെ 5 ഉണ്ട്, ഇവിടെ മൈനസ് 3 എന്ത് വരും, 2 വരും. ഇവിടെ 5 ഉണ്ട് മൈനസ് 3 പ്ലസ് 1 ഉണ്ട്, എന്ത് വരും,
സോറി ഇവിടെ 5 ഉണ്ട്, -3 2 വരും, ഇവിടെ ഒരു 1 ഉണ്ട്, അപ്പോൾ 3h മാറും. ഇവിടെ നമുക്ക് 5 - 3 + 1 ആണ് 3 വരും. ആ ഇവിടുത്തെ 3യും ഇവിടുത്തെ -3യും ക്യാൻസൽ ചെയ്ത് പോകും. ദെൻ 10 Δx ഉണ്ട്, ഇവിടെ -3 Δx എന്ത് വരും, 7 Δx വരും, ഒരു 5 Δx² ഉണ്ട്, ഡിവൈഡഡ് ബൈ Δx ഉണ്ട്. That is equal to 7 Δx plus 5 into Δx² by Δx. That's equal to എന്ത് വരും, Δx എന്ത് ചെയ്യാൻ ന്യൂമറേറ്റർ ഒന്നും ഡിനോമിനേറ്റർ നമുക്ക് ക്യാൻസൽ ചെയ്യാൻ പറ്റും. ഇവിടുത്തെ Δxഉം ഇവിടുത്തെ Δx² ഒരു Δxഉം ഡിനോമിനേറ്ററിൽ Δxഉം ക്യാൻസൽ ചെയ്ത് പോയി, ബാക്കി ഉണ്ടാവുക 7 + 5 Δx വരും. ഇനി എന്ത് ചെയ്യാം, ഈ Δx സ്മോൾ, വെരി സ്മോൾ, ആർബിട്രറി ക്ലോസ് ടു 0 ആകുമ്പോൾ നമുക്ക് എന്ത് വരിക, ഈ സ്ലോപ്പ് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു എന്തായിട്ട് മാറാം, നമ്മുടെ ടാൻജന്റ് ലൈനിന്റെ സ്ലോപ്പ് ആയിട്ട് മാറാം. That is when Δx is very small, that is approximately 0, then 7 plus 5 Δx become 7. Hence, the required slope of the tangent to the graph of the given function at x0 equal to 1 എന്തായിട്ട് മാറും, 7 ആയിട്ട് മാറും. ഓക്കെ, അപ്പോൾ ക്ലിയർ ആയിട്ട് വായിച്ചു നോക്കുക. എങ്ങനെയാണ് നമുക്കൊരു ഫംഗ്ഷൻ തന്നാൽ അതിന്റെ സ്ലോപ്പ്, അതിന്റെ ടാൻജന്റിന്റെ സ്ലോപ്പ് കണ്ടുപിടിക്കുക എന്നാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത്. അപ്പോൾ ടാൻജന്റ് എന്ന് പറഞ്ഞാൽ എന്താന്ന് നോക്കണം, ദെൻ സ്ലോപ്പ് എന്താന്ന് നോക്കണം, ദെൻ ആ കേർവിലെ ഒരു പോയിന്റിന് കറസ്പോണ്ടിങ് ആയിട്ട് ടാൻജന്റ് ലൈൻ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കുക, അതിന് ഒരു സീക്വന്റ് കൺസിഡർ ചെയ്യണം. പിയും ക്യൂ കണ്ടുപിടിച്ചിട്ട് പിക്ക് എടുക്കണം. എന്നാൽ പി ക്യൂല് ക്യൂ നമ്മൾ എന്ത് ചെയ്യുക, പിയിലേക്ക് കൊണ്ടുവരുമ്പോൾ ഉണ്ടാകുന്ന ആ ലൈനാണ് എന്ത്, ആ പി എന്ന പോയിന്റിൽ അതിന്റെ ടാൻജന്റ് എന്ന് പറഞ്ഞാൽ. എന്നിട്ട് ആ ടാൻജന്റ് ലൈനിന്റെ സ്ലോപ്പ് കണ്ടുപിടിക്കണം, അതാണ് Δy/Δx ആണ്. ആ Δy/Δx ആണ് എന്ത്, ആ പി ക്യൂ എന്ന് പറഞ്ഞിട്ടുള്ള സീക്വന്റിന്റെ സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ. ആ പി ക്യൂ എന്ന സീക്വന്റിന്റെ സ്ലോപ്പ് ആണ് Δy/Δx. ഈ Δy/Δxൽ Δx പകരം നമ്മൾ എന്ത് കൊടുക്കുക, ആർബിട്രറി ക്ലോസ് ടു 0 ആയിട്ടുള്ള ഒരു വാല്യൂ നമ്മൾ കൊടുക്കുക. നമുക്ക് പ്രോബ്ലം ചെയ്യുമ്പോൾ Δx 0 ആക്കി എടുക്കുമ്പോൾ കിട്ടുന്ന വാല്യൂ ആണ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ എന്ത്, ഈ സ്ലോപ്പ് ഓഫ് ദി ടാൻജന്റ് ലൈൻ ആയിട്ട് കിട്ടുക. ഓക്കെ, ദെൻ നെക്സ്റ്റ് വരുന്ന ടോപ്പിക്കാണ് എന്ത്, ഡെറിവേറ്റീവ്. f' is the derivative of f(x) at the point x0. അപ്പോൾ f' ആണ് എന്ത് പറഞ്ഞാൽ f(x) എന്ന ഫംഗ്ഷന്റെ x0 ഡെറിവേറ്റീവ് നമ്മൾ ഡിനോട്ട് ചെയ്യുക f' ആണ് കേട്ടോ. The operation of finding a derivative of a function is called differentiation. അപ്പോൾ ഒരു ഫംഗ്ഷൻ ഡെറിവേഷൻ കണ്ടുപിടിക്കുന്ന പ്രോസസ്സിനെ നമ്മൾ വിളിക്കുന്നത് എന്താണ്, ഡിഫറൻസിയേഷൻ. Given a function y equal to f(x), the evaluation of f' consists of the following step. ഓക്കെ, അപ്പോൾ f(x) is equal to y എന്നൊരു ഫംഗ്ഷൻ നമുക്ക് തന്നിട്ടുണ്ട്. ആ y equal to f(x)ൽ എന്ത് ചെയ്യുക, x0 അറ്റ് ദി പോയിന്റ് x0ൽ അതിന്റെ ഡെറിവേഷൻ ആയിട്ടുള്ള f' എങ്ങനെ കണ്ടുപിടിക്കുക എന്നാണ് നമ്മൾ നെക്സ്റ്റ് സ്റ്റെപ്പ് ബൈ പറയാൻ പോകുന്നത്. ഓക്കെ, ഫസ്റ്റ് സ്റ്റെപ്പ്, ഫൈൻഡ് ദി ഡിഫറൻസ് കോഷ്യന്റ്. അപ്പോൾ ഡിഫറൻസ് കോഷ്യന്റ് ആയിട്ടുള്ള Δy/Δx കണ്ടുപിടിക്കണം. അപ്പോൾ Δy/Δx നമ്മൾ എന്ത് വിളിക്കുക, ഡിഫറൻസ് കോഷ്യന്റ് നോട്ട് ചെയ്ത് വെക്കുക. ഡിഫറൻസ് കോഷ്യന്റ് എന്നാൽ Δy/Δx. Δy/Δx നമുക്ക് എന്താണ്, f(x0 + Δx minus f(x0/Δx) ആണ്. Second, simplify the expression for Δy/Δx as much as possible by cancelling Δx from numerator and denominator whenever we can. അതായത് Δy/Δx നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് വരുമ്പോൾ അതിൽ ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും കോമൺ ആയിട്ട് Δx വരാൻ ചാൻസ് ഉണ്ട്. അത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ക്യാൻസൽ ചെയ്ത് ഒഴിവാക്കാൻ പറ്റും. തേർഡ് സ്റ്റെപ്പ്, find the number f'(x0) that is approximated by Δy/Δx for Δx small. ഈ Δy/Δx Δx വെരി സ്മോൾ ആകുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ് എന്ത്, f'(x0) at the point x0. അപ്പോൾ ഡെറിവേഷൻ കണ്ടുപിടിക്കുന്നത് എന്ത് ചെയ്യണം, ആദ്യം Δy/Δx കണ്ടുപിടിക്കണം. ദെൻ എന്ത് ചെയ്യുക, അതിൽ Δx നമ്മൾ അപ്രോക്സിമേറ്റ്ലി ക്ലോസ് ടു 0 കൊടുക്കുമ്പോൾ കിട്ടുന്നതാണ് അതിന്റെ ഡിഫറൻസിയേഷൻ. അപ്പോൾ ഈ സ്ലോപ്പ് ഓഫ് ദി ടാൻജന്റ് അതൊക്കെ എന്താണ് ഡിഫറൻഷ്യലിന്റെ ഒരു മെത്തേഡാണ്. അപ്പൊ നമ്മളിനി ഡിഫറൻഷ്യൽ എന്താന്ന് ഇപ്പൊ ഡിഫൈൻ ചെയ്തു. എന്താണ് ഈ Δy/Δx കാൽക്കുലേറ്റ് ചെയ്തിട്ട് അതിൽ Δx എന്ത് കൊടുക്കാം, 0 കൊടുക്കാം. ഓക്കെ, നെക്സ്റ്റ് ഒരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. Use Δy/Δx method to compute the derivative of f(x) at the point x0. Given below, a is a constant in each case. First question, f(x) is equal to ax², x0 equal to 1. f(x) is equal to 8x² plus a where x0 equal to 2. നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്, ഈ f(x)ന്റെ ഡെറിവേഷൻ കണ്ടുപിടിക്കണം അറ്റ് ദി പോയിന്റ് x0. a എന്ന് പറഞ്ഞാൽ ഒരു കോൺസ്റ്റന്റ് ആണ്. രണ്ട് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ f(x) is equal to ax² ആണ്, x0 equal to 1. സെക്കൻഡ് ക്വസ്റ്റ്യൻ f(x) is equal to 8x² plus a ആണ്, x0 അവിടെ 2. അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം, Δy/Δx മെത്തേഡ് വെച്ചിട്ടാണ് ഇതിന്റെ ഡിഫറൻഷ്യൽ ഫോം കണ്ടുപിടിക്കേണ്ടത്. ഗിവൺ ഫംഗ്ഷൻ y equal to f(x) എന്നിട്ടുണ്ട് എന്താണ്, ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ ax² ആണ്, അവിടെ x0 equal to 1. ദെൻ ദി ഡിഫറൻസ് കോഷ്യന്റ് എന്താ വരിക, Δy/Δx is equal to നമുക്കറിയാം f(x0 plus Δx minus f(x0/Δx) ആണ്. ദാറ്റ്സ് ഈക്വൽ ടു എന്താണ്, f(1 plus Δx minus f(1 by Δy).
ഓക്കെ, ദെൻ എഫ് ഓഫ് എക്സ് നോട്ട് പ്ലസ് ഡെൽറ്റ എക്സ്, എക്സിൽ എന്ത് കൊടുക്കുക, എക്സ് നോട്ട് പ്ലസ് ഡെൽറ്റ എക്സ് നമ്മൾ എഫിൽ കൊടുക്കുമ്പോൾ കിട്ടും എ ഇൻറ്റു 1 പ്ലസ് ഡെൽറ്റ എക്സ് സ്ക്വയർ മൈനസ് എ ഇൻറ്റു 1 സ്ക്വയർ ബൈ ഡെൽറ്റ എക്സ്. ദാറ്റ്സ് ഈക്വൽ ടു എന്ത് വരും, എ ഇൻറ്റു 1 പ്ലസ് 2 ഡെൽറ്റ എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് സ്ക്വയർ മൈനസ് എ ബൈ ഡെൽറ്റ എക്സ്. ഓക്കെ, ഇവിടെ പ്ലസ് എ ഉണ്ട്, ഇവിടെ മൈനസ് ഉണ്ട്, ക്യാൻസൽ ചെയ്ത് പോകും, ബാക്കി ഒന്നുണ്ടാവുക 2ax പ്ലസ് എ ഡെൽറ്റ എക്സ് സ്ക്വയർ ബൈ ഡെൽറ്റ എക്സ്. ഇവിടെ ഡെൽറ്റ എക്സ് ഉണ്ട്, ഇവിടെ ഡെൽറ്റ എക്സ് സ്ക്വയർ ഉണ്ട്, ഇവിടെ ഡെൽറ്റ എക്സ് ഉണ്ട്, കോമൺ ആയിട്ട് എല്ലാത്തിനും ഓരോ ഡെൽറ്റ എക്സ് ക്യാൻസൽ ചെയ്യാം. ദെൻ വി ഗെറ്റ് 2a പ്ലസ് എ ഡെൽറ്റ എക്സ്. Okay, when delta x is very small, that is approximately 0, then 2a plus a delta x എന്തായിട്ട് മാറും, 2a ആയിട്ട് മാറും. ഹെൻസ് നമ്മൾ പറഞ്ഞു ഡെൽറ്റ വൈ ബൈ ഡെൽറ്റ എക്സ് ആയിട്ടുള്ള കോഷൻ ഡിഫറൻഷ്യൽ കോഷനിൽ ഡെൽറ്റ എക്സ് സീറോയിലേക്ക് അപ്രോച്ച് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ ആണ് അതിന്റെ ഡെറിവേഷൻ ആയിട്ടുള്ള എഫ് ഡാഷ് ഓഫ് എക്സ് നോട്ട് വരണം. ഹെൻസ് എഫ് ഡാഷ് ഓഫ് 1 ഈക്വൽ ടു എന്ത് വരും, 2a വരും. അതായത് ഫംഗ്ഷൻ എ എക്സ് സ്ക്വയർ ആകുമ്പോൾ അതിന്റെ ഡിഫറൻഷ്യൽ എന്താണ്, 2a വന്നു, അറ്റ് എക്സ് ഇസ് ഈക്വൽ ടു 1 ആവുന്ന കേസ്. ഓക്കെ, ദെൻ സെക്കൻഡ് ക്വസ്റ്റ്യൻ നിങ്ങൾ എന്ത് ചെയ്യുക, ഇവിടുത്തെ സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്ത് ചെയ്യുക, അതേ സെയിം ക്വസ്റ്റ്യൻ തന്നെയാണ്, അത് എന്ത് ചെയ്യുക, നിങ്ങൾ നിങ്ങളുടെ ഒരു വർക്ക് ആയിട്ട് ഏറ്റെടുക്കുക. ഓക്കെ, എന്ത് ചെയ്യുക, ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ഈക്വൽ 8x സ്ക്വയർ പ്ലസ് എ അറ്റ് എക്സ് നോട്ട് ഈക്വൽ ടു 1. അപ്പോൾ ഇതുപോലെ ഡിഫറെൻറ്റ് ക്വസ്റ്റ്യൻ കണ്ടുപിടിക്കുക, ഡെൽറ്റ എക്സ് സീറോയിലേക്ക് അപ്രോച്ച് ചെയ്യിപ്പിക്കാം. ഓക്കെ, ദെൻ സെക്കൻഡ് ക്വസ്റ്റ്യൻ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എ എക്സ് സ്ക്വയർ പ്ലസ് ബി എക്സ് പ്ലസ് സി വേർ എ ബി ആൻഡ് സി ആർ കോൺസ്റ്റൻസ് ആൻഡ് ലെറ്റ് എക്സ് നോട്ട് ബി എനി റിയൽ നമ്പർ, ദെൻ ഷോ ദാറ്റ് എഫ് ഡാഷ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 2ax പ്ലസ് ബി നമുക്ക് കാണിച്ചു കൊടുക്കണം. അതായത് എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എ എക്സ് സ്ക്വയർ പ്ലസ് ബി എക്സ് പ്ലസ് സി നമുക്ക് തന്നിട്ടുണ്ട്. എയും ബിയും സിയും ഒക്കെ എന്താണ്, കോൺസ്റ്റൻസ് ആണ്. എക്സ് നോട്ട് ഒരു റിയൽ നമ്പർ ആണ്. അപ്പോൾ നമുക്ക് എന്താ കാണിക്കേണ്ടത്, എഫ് ഡാഷ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 2ax പ്ലസ് ബി നമുക്ക് കാണിച്ചു കൊടുക്കണം. ഓക്കെ, അതായത് അറ്റ് ദ പോയിന്റ് എക്സ് നോട്ട് ആകുമ്പോൾ എന്ത് വരും, എഫ് ഡാഷ് ഓഫ് എക്സ് നോട്ട് ഈക്വൽ ടു 2ax നോട്ട് പ്ലസ് ബി എച്ച് വരും. ഓക്കെ, അത് നോട്ട് ചെയ്ത് വെക്കുക. എഫ് ഡാഷ് ഓഫ് എക്സ് നോട്ട് ഈക്വൽ ടു എന്താ വരിക, 2ax നോട്ട് പ്ലസ് ബി, അത് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് നോട്ട് നമ്മൾ കൊടുക്കുകയാണെങ്കിൽ. ഓക്കെ, ഗിവൺ ഫംഗ്ഷൻ ഈസ് എന്താണ്, y ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ആണ് തന്നിട്ടുള്ളത്, എന്താണ് എ എക്സ് സ്ക്വയർ പ്ലസ് ബി എക്സ് പ്ലസ്. ഇതിന്റെ ഡിഫറൻഷ്യൽ കോഷ്യന്റ് ആദ്യം നമ്മൾ കണ്ടുപിടിക്കണം, എന്നിട്ട് അതിൽ ഡെൽറ്റ എക്സ് ഈക്വൽ ടു സീറോയിലേക്ക് നമ്മൾ അപ്രോച്ച് ചെയ്യാണ് വേണ്ടത്. ഓക്കെ, ഗിവൺ ഫംഗ്ഷൻ എന്താണ്, y ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എന്താണ്, എ എക്സ് സ്ക്വയർ പ്ലസ് ബി എക്സ് പ്ലസ് സി ആണ്. ആർ കോൺസ്റ്റൻസ് ആൻഡ് എക്സ് നോട്ട് ഈസ് എ റിയൽ നമ്പർ. Then the differential quotient equal to എന്താ, ഡെൽറ്റ വൈ ബൈ ഡെൽറ്റ എക്സ് ഈക്വൽ എന്ത് വരും, എഫ് ഓഫ് എക്സ് നോട്ട് പ്ലസ് ഡെൽറ്റ എക്സ് മൈനസ് എഫ് ഓഫ് എക്സ് നോട്ട് ബൈ ഡെൽറ്റ എക്സ്. നമ്മൾ എന്ത് ചെയ്യുക, എഫിൽ എക്സിന് പകരം എക്സ് നോട്ട് പ്ലസ് ഡെൽറ്റ എക്സും എക്സ് നോട്ടും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക ഈക്വേഷനിൽ. Okay, then we get a into x naught plus delta x square plus b into x naught plus delta x plus c minus a x naught square plus b x naught plus z by delta x. That's equal to a x naught plus 2a x naught delta x, a delta x square plus b x naught plus b delta x plus c minus a x naught square plus b x naught plus c by delta x. ഞാനിങ്ങനെ പറയുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ആകെ കൺഫ്യൂഷൻ. അപ്പോൾ എന്ത് ചെയ്യുക, സ്വന്തമായിട്ട് സ്റ്റെപ്പ് ഇങ്ങനെ ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് തന്നെ സിമ്പിളായിട്ട് ഡിറൈവ് ചെയ്തെടുക്കാവുന്നുള്ളൂ. ഡൗട്ട് ഉണ്ടെങ്കിൽ മാത്രം വീഡിയോയിലേക്ക് നോക്കുക. ഓക്കെ, ഈക്വൽ ടു 2ax naught plus b ഇൻറ്റു ഡെൽറ്റ എക്സ് പ്ലസ് എ ഡെൽറ്റ എക്സ് സ്ക്വയർ ബൈ ഡെൽറ്റ എക്സ് ആയിട്ട് മാറും. ഇത് സോൾവ് ചെയ്യും. ഇവിടെ ഡെൽറ്റ എക്സ് ഉണ്ട്, ഡെൽറ്റ എക്സ് ഉണ്ട്, ഡെൽറ്റ എക്സ് ഉണ്ട്, എല്ലായിടത്തും ഡെൽറ്റ എക്സ് കോമൺ ആയിട്ട് ഒഴിവാക്കുക. ദെൻ വി ഗെറ്റ് 2ax naught plus b പ്ലസ് എ ഇൻറ്റു ഡെൽറ്റ എക്സ്. നമ്മൾ പറഞ്ഞു ഡെൽറ്റ എക്സ് വെരി സ്മോൾ ആകുമ്പോഴാണ് അത് ഡിഫറൻഷ്യൽ ആയിട്ട് മാറുക. When delta x is very small, that is approximately 0, then 2ax naught plus b plus a delta x become 2ax naught plus b. Hence f dash of x naught equal to എന്തായിട്ട് മാറും, 2ax naught plus b ആയിട്ട് മാറും. ഓക്കെ, അപ്പോൾ നമ്മൾ ഫംഗ്ഷൻ ഫംഗ്ഷൻ എ എക്സ് സ്ക്വയർ പ്ലസ് ബി എക്സ് പ്ലസ് സി എടുക്കും. അതിന്റെ ഡിഫറൻഷ്യൽ ആയിട്ട് പോയിന്റ് എക്സ് നോട്ട് നമുക്ക് എന്ത് കിട്ടും, 2ax naught പ്ലസ് ബി ആയിട്ട് മാറും. അപ്പോൾ കോൺസ്റ്റന്റ് ഡിഫറൻഷ്യൽ എന്തായിട്ട് പോയി, 0 ആയിട്ട് പോയി. ഓക്കെ, ദെൻ നമുക്ക് കുറച്ച് റിമാർക്സ് നോക്കാം. റിമാർക്ക്, ക്വാഡ്രാറ്റിക് ഫംഗ്ഷൻ, നമുക്ക് ഫംഗ്ഷൻ ക്വാഡ്രാറ്റിക് രൂപത്തിലാണ് തന്നിട്ടുള്ളത്. അതിന്റെ ഡിഫറൻഷ്യൽ ഫോം എങ്ങനെയായിരിക്കും നമുക്ക് ഇപ്പം ചെയ്ത പ്രോബ്ലം വെച്ച് നമുക്ക് പറയാൻ പറ്റും. ദ ഡെറിവേറ്റീവ് ഓഫ് ദി ക്വാഡ്രാറ്റിക് ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എ എക്സ് സ്ക്വയർ പ്ലസ് ബി എക്സ് പ്ലസ് സിയുടെ ഈസ് ഇൻ ദ ലീനിയർ ഫംഗ്ഷൻ എഫ് ഡാഷ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 2ax പ്ലസ് ബി. അത് എ എക്സ് സ്ക്വയർ പ്ലസ് ബി എക്സ് പ്ലസ് സി ആണ് നമ്മുടെ ഫംഗ്ഷൻ എങ്കിൽ അതിന്റെ ഡെറിവേഷൻ എന്ത് വരും, 2ax പ്ലസ് ബി വരും. Then the derivation of the linear function f of x is equal to bx plus c ആണ് നമ്മളുടെ ഫംഗ്ഷൻ എങ്കിൽ എന്ത് വരും, f dash of x is equal to b വരും. അപ്പോൾ എക്സിന്റെ ഡെറിവേഷൻ എന്ത് വന്നു, 1 വന്നു. കോൺസ്റ്റന്റ് ഡെറിവേഷൻ ഈക്വൽ ടു 0 നമുക്ക് ഇവിടെ തന്നെ മനസ്സിലാക്കാവുന്നതാണ്. The derivation of the constant function f of x is equal to c is the 0. That is a function f dash of x is equal to 0. അപ്പോൾ കോൺസ്റ്റന്റ് ഫംഗ്ഷൻ ഡെറിവേഷൻ 0 എന്ന് കിട്ടി. എക്സ് സ്ക്വയറിന് എന്തായിട്ട് വരും, 2x ആയിട്ട് വരും. എക്സിന് എന്തായിട്ട് വരും, 1 വരും. ഓക്കെ, ദെൻ ഇതിന്റെ പ്രോബ്ലംസ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം.